ഫൈനലി ദ വെയിറ്റ് ഈസ് ഓവർ. പോർച്ചുഗൽ ജയിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇതാണ് പോർച്ചുഗൽ ഫാൻസ് പോർച്ചുഗലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ്. ഇതാണ് ഈ ഒരു മാച്ചിലെ പെർഫോമൻസ്. ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും ഇൻഡിവിജ്വലി എല്ലാ പ്ലേയേഴ്സും നല്ല വൃത്തിക്ക് കളിച്ചൊരു മാച്ചായിരുന്നു. പ്രത്യേകിച്ച് മിഡ്ഫീൽഡ്. കഴിഞ്ഞ മാച്ചിൽ എന്താണ് നമ്മൾ ലാക്ക് ചെയ്തത് അത് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റി. ഇതാണ് പോർച്ചുഗലിലെ മിഡ്ഫീൽഡ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്രക്കും ഒരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡ് പോർച്ചുഗലിനുണ്ട്. ബ്രൂണോ, ജാവോ നെവസ്, വിറ്റീന, ഇവർ 3 പേരും ഒന്ന് അറിഞ്ഞ് കളിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം. അത് ഈ ഒരു മാച്ചിലൂടെ നമുക്ക് കാണാൻ പറ്റി. എന്തായാലും ഓപ്പണൻറ്റ് ഉസ്ബെക്കിസ്ഥാനാണ്. അത്ര സ്ട്രോങ് സൈഡല്ല. പക്ഷേ പോർച്ചുഗൽ ടീം ഒന്ന് ഓൺ ആവേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഈ ഒരു മാച്ചോട് കൂടി സെറ്റ് ആയിട്ടുണ്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അന്ന് 2 ഗോൾ അടിച്ചു. 2 ഗോളും നല്ല ഗോളായിരുന്നു. നല്ല ഫിനിഷിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഗോൾ ആളുടെ ആ ഒരു ബോക്സിൽ ആ ഒരു മൂവ്മെൻ്റ് കൊണ്ടാണ് ആ ഒരു ഗോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാൻസലോയുടെ ഒരു നല്ലൊരു പാസും ആയിരുന്നു. നല്ലൊരു ഫിനിഷിംഗ് ആയിരുന്നു. രണ്ടാമത്തെ ഗോള് റൊണാൾഡോ അടിച്ച രണ്ടാമത്തെ ഗോള് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു നല്ലൊരു അസിസ്റ്റും അണ്ണൻ്റെ നല്ലൊരു റണ്ണും അതും ആൾ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തു. പിന്നെ മെൻഡസ് അടിച്ച ഒരു ഫ്രീ കിക്ക്, ഒരു വെൽ പ്ലാൻഡ് ഫ്രീ കിക്ക് ആയിരുന്നു. അണ്ണൻ അടിക്കുന്നു വിചാരിച്ച ഫ്രീ കിക്ക്, പക്ഷേ മെൻഡസിൻ്റെ ഒരു കിടിലം അറ്റംപ്റ്റ് ആയിരുന്നു. അടിപൊളി ഫ്രീ കിക്കായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രീ കിക്ക് സോഫാർ. പിന്നെ അതിനുശേഷവും അതേപോലത്തെ ഒരു പ്ലാനിങ് നമുക്ക് കാണാൻ പറ്റി. ഫ്രീ കിക്ക് സെറ്റ് പീസ് എടുക്കുന്നതിൽ ഈ ഒരു മാച്ചിൽ പോർച്ചുഗൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. ബ്രൂണോയുടെ ഒരു കോർണറിൽ നിന്നാണ് 4ാമത്തെ ഗോൾ വരുന്നത്. അതിനു മുമ്പ് ഒരു ഫ്രീ കിക്ക് അറ്റംപ്റ്റ് റൊണാൾഡോ ലീവ് ചെയ്ത ആൾ ഫ്രണ്ടിലോട്ട് മെല്ലെ ജോഗ് ചെയ്ത് പോയി. അപ്പോൾ തന്നെ ബ്രൂണോ ഓവർഹെഡ് ഒരു ബോൾ ഇട്ട് കൊടുത്തു. അത് അണ്ണൻ കണക്ട് ചെയ്തു, പക്ഷേ കീപ്പർ ബ്ലോക്ക് ചെയ്യുന്നത് കാണാൻ പറ്റി. അത് നല്ലൊരു ചാൻസ് ആയിരുന്നു. റൊണാൾഡോക്ക് ശരിക്കും ഹാട്രിക്ക് അടിക്കാൻ പറ്റിയ ചാൻസ് ഈ ഒരു മാച്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മിനിമം 4 ഗോളെങ്കിലും അടിക്കാൻ പറ്റിയൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തെ ടൈമിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ആൾക്ക് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. അതിൻ്റെ മുമ്പൊരു ചാൻസ് ആളെന്നെ ക്രിയേറ്റ് ചെയ്തൊരു ചാൻസ് ഉണ്ടായിരുന്നു. കീപ്പറുടെ ഒരു മിസ്റ്റേക്ക് നിന്ന് ഒരു ചാൻസ് കിട്ടി ബോക്സിൽ, പക്ഷേ അത് കീപ്പർ സേവ് ചെയ്യുന്ന ഒരു ബ്രില്യൻ സേവാണ് അവിടെ ഉസ്ബെക്കിസ്ഥാൻ്റെ കീപ്പർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ബ്രില്യൻ പെർഫോമൻസ് പോർച്ചുഗൽ ടീമിൻ്റെ ഭാഗത്തുനിന്നും. റാഫേലിയോയുടെ ഒരു കിടിലം ഗോളും കാണാൻ പറ്റി. സബ്ബായിട്ട് ഇറങ്ങി. നല്ലൊരു ടീം ഗെയിമായിരുന്നു. ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോർച്ചുഗൽ ഫാൻസ്. പോർച്ചുഗലിൻ്റെ ആ ഒരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു പെർഫോമൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജാവോ ഫെലിക്സ് ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആളെ 11 ആൾ സ്റ്റാർട്ട് ചെയ്യേണ്ട പ്ലെയറാണ്. ആൾ 11 ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വിങ് കൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും. കഴിഞ്ഞ മാച്ചിലും ആളെ ഒരു അഭാവം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാച്ചിലും. പക്ഷേ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ ആൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റി. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇനി ഏതായാലും കൊളംബിയ ആണ് പോർച്ചുഗലിൻ്റെ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാനത്തെ മാച്ച്. കൊളംബിയക്കെതിരെയാണ്. ഉസ്ബെക്കിസ്ഥാൻ അല്ല കൊളംബിയ. അവർ നല്ല ടീമാണ്, നല്ല ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. എന്തായാലും ഈസി ആയിരിക്കില്ല. ഈ ഒരു മാച്ച് പോർച്ചുഗലിന് അനുവരായിരുന്നു, ഈ ഒരു തിരിച്ചു വരവ്. കാരണം ടീമൊന്ന് ഓണാവേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഈ ഒരു മാച്ചോടുകൂടെ സെറ്റായിട്ടുണ്ട്. എന്തായാലും റൊണാൾഡോ ഗോൾ അടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കളിൻ്റെ ശേഷം ആൾക്ക് ഒരുപാട് റോൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ആളായിരുന്നു മീഡിയാസിൻ്റെ ഒക്കെ എര. എന്തായാലും എല്ലാത്തിൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഗോൾ അടിച്ചു. 41 വയസ്സുള്ള സ്ട്രൈക്കർ 6ാമത്തെ തുടർച്ചയായിട്ടുള്ള വേൾഡ് കപ്പിൽ ആൾ ഗോൾ അടിച്ചിരിക്കുകയാണ്. അറിയാലോ, റൊണാൾഡോ ആണ്. ആളിത് മുമ്പും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ക്രിറ്റിസൈസ് ചെയ്യുന്നു അത്രത്തോളം ആൾ തിരിച്ചു വരും. തിരിച്ച് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കും. ഇത് പുതിയ കാര്യമല്ല. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്